കെജ്രിവാളിന്റെ അറസ്റ്റും തുടർന്നുണ്ടായ കോലാഹലങ്ങളും എന്നും അവസാനിച്ചിട്ടില്ല. ഡൽഹി മദ്യനയ കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. മറ്റു മന്ത്രിമാരെ പോലെ അനിശ്ചിതകാലം കെജ്രിവാളിനെയും അകത്തിടാമെന്നാണ് BJP കണക്ക് കൂട്ടിയത്. എന്നാൽ സുപ്രീം കോടതിയുടെ ദയാദാക്ഷിണ്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നത് BJPക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്. എന്തായാലും ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാർ ഏജൻസി വഴി കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വരുന്നത്. അതിനെ നാണക്കേടിലും പക്ഷേ തളരാതെ പൊരുതിയ കെജ്രിവാളിന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ അഴിക്കുള്ളിൽ നിന്നും പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ ചില സത്യങ്ങൾ കൂടി ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അത് വന്ന് കൊള്ളുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചിലാണ് എന്നതാണ് സത്യം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടുത്തതായി ലക്ഷ്യം വെക്കുന്നത് പിണറായി വിജയനെയാണെന്നാണ് കെജ്രിവാൾ വെളിപ്പെടുത്തുന്നത്. പിണറായിക്ക് പുറമെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മോദിയുടെ അതുപോലെ തന്നെ BJPയുടെയും നോട്ടപ്പുള്ളി ലിസ്റ്റിലുണ്ട് എന്നതാണ് വസ്തുത. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കെജ്രിവാളിന്റെ ഈ പരാമർശം വന്നത്. താൻ രാജിവെച്ചാൽ അടുത്ത ഉന്നം കേരളവും ബംഗാളും ആയിരിക്കുമെന്നും തന്നെ തകർക്കാനാണ് സ്വാതി മാലിവാൾ വിവാദം കുത്തിപ്പൊക്കുന്നതെന്നും കെജ്രിവാൾ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് നിരവധി വിവാദങ്ങളാണ് നിലനിൽക്കുന്നത്. അതിൽ ചില കേസുകൾ ED അന്വേഷിക്കുന്നുമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് മാത്രം മതിയാകും EDക്ക് പിണറായി വിജയനെ കുടുക്കാൻ. അത്രമാത്രം തെളിവുകൾ, സാക്ഷിമൊഴികളടക്കം മുഖ്യമന്ത്രിക്കെതിരെയുണ്ട്. എന്നാൽ വർഷം 2 കഴിഞ്ഞിട്ടും മൊഴിയെടുക്കാൻ പോലും ED പിണറായി വിജയനെ വിളിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇത് BJP CPM കൂട്ടുകെട്ടിന്റെ തെളിവാണെന്ന് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ED ഉദ്യോഗസ്ഥർ ക്ലിഫ് ഹൗസിന്റെ പടി കടക്കില്ലെന്ന് ഉറപ്പ് പിണറായി വിജയൻ പ്രകടിപ്പിക്കുമ്പോൾ ആ ഉറപ്പ് എവിടെ നിന്ന് കിട്ടിയെന്നതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ആ രീതിയിലുള്ള വിവാദം ഒരു വഴിക്ക് കെടാതെ കത്തുമ്പോഴാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ പിണറായി വിജയനിലേക്ക് എത്തുന്നത്. എന്തായാലും കെജ്രിവാൾ മറ്റു ചില കാര്യങ്ങൾ കൂടി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: മോദി അടുത്ത വർഷം രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കും. അമിത്ഷായെ പിൻഗാമിയാക്കാനാണ് മോദിയുടെ താല്പര്യം. എന്നാൽ BJPയിൽ വലിയ എതിർപ്പുണ്ട്. എന്നെ തൂക്കിക്കൊന്നാലും ആം ആദ്മി പാർട്ടി അവസാനിക്കില്ല. ജയിലിലേക്ക് മടങ്ങിപ്പോകാൻ തനിക്ക് ഭയമോ ആശങ്കയോ ഇല്ല എന്നതാണ് കെജ്രിവാൾ പറയുന്നത്. ജയിലിലെ സെല്ലിൽ 4 പാടും സ്ഥാപിച്ച CCTV ക്യാമറകൾ വഴി ജയിൽ അധികൃതരും പ്രധാനമന്ത്രിയുടെ ഓഫീസും തന്നെ നിരീക്ഷിക്കുകയായിരുന്നുവെന്നും കെജ്രിവാൾ ആരോപിക്കുന്നുമുണ്ട്. ജൂൺ 1 ജാമ്യം അവസാനിക്കാനിരിക്കെയാണ് കെജ്രിവാളിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്.